പൊൻകുന്നത്ത് നിന്നും പാലക്കാടിന് പുതിയ KSRTC ബസ് സർവീസ് ആരംഭിച്ചു. വ്യാപാരികളുടെയും യാത്രക്കാരുടെയും നാളുകളായുള്ള ആവശ്യത്തെ തുടർന്നാണ് പൊൻകുന്നത്ത് നിന്നും പാലക്കാടിന് KSRTC ബസ് സർവീസ് ആരംഭിച്ചത്. വൈകിട്ട് 5:15 പൊൻകുന്നത്ത് നിന്നും ആരംഭിച്ച് പാലാ, തൊടുപുഴ, മൂവാറ്റുപുഴ, അങ്കമാലി, തൃശൂർ വഴി പാലക്കാട് രാത്രി 10:55 ബസ് എത്തും. തിരികെ പാലക്കാട് നിന്നും പിറ്റേ ദിവസം രാവിലെ 6:45 സർവീസ് ആരംഭിക്കുകയും ഉച്ചയ്ക്ക് 1 മണിക്ക് പൊൻകുന്നത്തെത്തുകയും ചെയ്യും. പുതിയ സർവീസിന്റെ ഫ്ളാഗ് ഓഫ് പൊൻകുന്നം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് നിർവഹിച്ചു. ഇത്രയും കാലമായിട്ട് പാലക്കാട് മേഖലയിലേക്ക് സർവീസ് ആരംഭിക്കാൻ കഴിഞ്ഞു. പാലക്കാട് മേഖലയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം, കോയമ്പത്തൂര് തൊട്ടടുത്ത പ്രദേശമാണ്. ഈ പ്രദേശത്തൊക്കെയുള്ള ഒരുപാട് വ്യാപാരി സുഹൃത്തുക്കൾ, അതോടൊപ്പം കോയമ്പത്തൂർ മേഖലയെ പഠിക്കുന്ന കുട്ടികൾ, ഇവരെല്ലാം തന്നെ ഇവിടെ നിന്ന് കച്ചവട ആവശ്യത്തിനും വിദ്യാഭ്യാസ ആവശ്യത്തിനുമൊക്കെ കോയമ്പത്തൂർ സൈഡിലേക്ക് പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് രാത്രി ആരംഭിക്കുന്ന ഈ സർവീസ്, ഇപ്പോൾ വൈകുന്നേരം ആരംഭിക്കുന്ന സർവീസ് ഏകദേശം 11 മണിയോടെ പാലക്കാട് എത്തിക്കഴിഞ്ഞാൽ നാളെ രാവിലെ അത് വീണ്ടും തിരികെ ഇവിടെ നിന്ന് പോരുക. അപ്പോൾ 6:45 തിരികെ ഈ സർവീസ് പുനർത്തേക്ക് വരുമ്പോൾ ഒരുപാട് ആളുകൾക്ക് തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് അവരുടെ പകൽ സമയം നഷ്ടപ്പെടാതെ തന്നെ യാത്ര ചെയ്ത് അവർക്ക് എത്തിച്ചേരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്ന രൂപത്തിലാണ് നമ്മുടെ ഈ സർവീസ് ഷെഡ്യൂൾ ചെയ്തത്. ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രൂസ്, ആന്റണി മാർട്ടിൻ, ഷാജി പാമ്പൂരി, മിനി സേതുനാഥ്, IS രാമചന്ദ്രൻ, ഷാക്കി സജീവ്, K. എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.